ഹായ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് അഭയാരണ്യം എന്ന ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എറണാകുളം ജില്ലയിലെ കപ്രിക്കാട് എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 50 രൂപയുടെ പാസ് എടുത്ത് വേണം നമുക്കകത്തേക്ക് പ്രവേശിക്കാൻ. പാസ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് എലിഫൻ്റ് ക്യാമ്പ് 500 മീറ്റർ എന്നും ഡീർ പാർക്ക് 250 മീറ്റർ എന്നും എഴുതിയൊരു ബോർഡാണ്. പിന്നീട് നമുക്കിവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം. ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയത്താണ് ഇവിടെ വന്നത്. അതുകൊണ്ട് അധികം ബട്ടർഫ്ലൈസിനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പകലൊക്കെ ആണെങ്കിൽ ഒരുപാട് ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ നട്ട് വളർത്തുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒരു എലിഫൻ്റ് ക്യാമ്പും മാനുകളുടെ പാർക്കുമുണ്ട്. കൂട്ടം തെറ്റിയ ആനകളെയൊക്കെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് മിനി സൂവിൻ്റെ എൻട്രി. ശരിക്കും ഒരു കാട്ടിലൂടെ നടക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു കാട് തന്നെയാണ്. രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ സന്ദർശിക്കാനുള്ള സമയം. നമുക്കിനി മാനുകളെ പാർപ്പിച്ചേക്കുന്ന ഏരിയ കാണാം. സ്പോട്ടഡ് ഡീർ അല്ലെങ്കിൽ പുള്ളിമാൻ എന്ന് പറയുന്ന മാൻവർഗ്ഗമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ നേരമായിട്ട് 2 മാനുകൾ ഞങ്ങളെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അനങ്ങാതെ നിൽക്കുവാണ്. ശത്രുക്കളാണെന്ന് കരുതിയാന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കുഴപ്പക്കാരല്ലാന്ന്. അതുകൊണ്ട് അങ്ങ് മാറിപ്പോയി. നമുക്കിനി കലമാനെ കാണാൻ പോകാം. സാമ്പാർ ഡീർ അല്ലെങ്കിൽ മ്ലാവ് എന്നറിയപ്പെടുന്ന മാൻവർഗ്ഗമാണിത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് മ്ലാവിനെ വേട്ടയാടാൻ പോയ കഥകളൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരു നിയമം വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെയൊക്കെ ഒന്ന് തൊട്ടാൽ എന്താ പറയുക, വലിയ കേസാണ് കേട്ടോ. ഒരിക്കലും ജാമ്യം പോലും കിട്ടാത്ത കേസാണ്. അപ്പോൾ നമുക്കിനി ആനകളെ കാണാൻ പോകാം. എലിഫൻ്റ് ക്യാമ്പിലേക്ക് പോകാം കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ആനത്താവളത്തിനടുത്തെത്തി. ഏതാണ്ട് 7ഓളം ആനകളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെ പേരും വയസ്സും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് ആനകളെ ഇവിടെ പരിപാലിക്കുന്നത്. ഓരോ ആനയ്ക്കും ഓരോ പാപ്പാന്മാർ വീതം ഇവിടെ ഉണ്ട്. കൂട്ടം തെറ്റിയതും പരിക്ക് പറ്റിയതുമായ ആനകളെയൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാറ്. പ്രശസ്തമായ കോടനാട് ആനക്കളരിക്കടുത്താണ് ഈ കപ്രിക്കാട് ആനത്താവളവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സന്ദർശന സമയം കഴിഞ്ഞു. 5 മണി വരെയാണ് സമയം. ഞങ്ങൾക്കൊരു അരമണിക്കൂറുടെ ഇവർ എക്സ്ട്രാ തന്നു. അപ്പം ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങുകയാണ്. ഈ ലോറിയിൽ വരുന്നത് ആനകൾക്കുള്ള തീറ്റയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ കാണാൻ വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താൻ നോക്കുക. കാരണം ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. ഇഷ്ടംപോലെ ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പാണൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചാൽ കിട്ടും. ഈ കാണുന്ന ഏറുമാടത്തിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് കയറാത്തതാണ്. ഞങ്ങളുടെ മുമ്പിൽ ഒരു ചേട്ടൻ നടക്കുന്നുണ്ടോ, ആ ചേട്ടൻ ഇവിടുത്തെ ആനപ്പാപ്പാനാണ്. പുള്ളി എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഇറക്കി വിടാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേട്ടോ. ഞങ്ങളുടെ പുറകെ നിന്ന് മാറിയിട്ടേ ഇല്ല ആളെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം സമയം കഴിഞ്ഞായിരുന്നു. അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ തന്നതാണ്. 5 മണി 5:15 ആകുമ്പോൾ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് നടക്കാനുണ്ട് കുറേ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു രക്തചന്ദന തോട്ടം കണ്ടു. ഒരുപാട് രക്തചന്ദന മരങ്ങളൊക്കെ അവിടെ നട്ടിട്ടുണ്ട്. നമ്മുടെ പുഷ്പി ഇത് കാണാനിത് ഭാഗ്യം കേട്ടോ. പുഷ്പരാജ് കണ്ടായിരുന്നു ഇതെല്ലാം വെട്ടിക്കൊണ്ട് പോയത്. ഈ കാണുന്നതാണ് കേട്ടോ രക്തചന്ദന മരം. അഭയാരണ്യം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ് കേട്ടോ. ഈ കാണുന്നതാണ് പെരിയാർ നദി. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കഫറ്റീരിയ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കഫറ്റീരിയയാണ്. നമുക്ക് ഫ്രഷ് ജ്യൂസും പോപ്കോണും ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇതാണ് കുട്ടികളുടെ പാർക്ക്. അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുട്ടികൾ, എന്നെപ്പോലെയുള്ള വലിയ കുട്ടികളൊന്നും ഇത് കയറരുത്.
അപ്പോൾ തൽക്കാലം അഭയാരണ്യത്തോട് വിട പറഞ്ഞിറങ്ങിയാണ്. പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത വർഷം കാണാം. അതുവരെയും ബായ്.